സമയമായില്ലേ? സ്വാതന്ത്ര്യദിന ക്വിസിന് നമുക്ക് ജയിക്കണ്ടേ? SS എജുവേൾഡിലൂടെ കളിച്ചുകൊണ്ട് പഠിക്കാം. എന്നാൽ നമുക്ക് തുടങ്ങാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അടുത്ത ചോദ്യത്താണ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? ഞാൻ വേണം നിങ്ങൾക്ക് ക്ലൂ തരാം കേട്ടോ. ഈ സർദാർമാരൊക്കെ അല്ലേ ഭയങ്കര ഉരുക്കായിരിക്കും ഓർത്താൽ. സർദാർ ഉരുക്ക് ആരാടാ? സർദാർ വല്ലഭായ് പട്ടേൽ. വെരി ഗുഡ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. കണ്ടോ വച്ചുട്ടാ? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. മറക്കരുത് കേട്ടോ. ഓക്കെ അച്ഛാ. അടുത്ത ചോദ്യമാണ്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമല്ലേ, അത് എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അറിയോ? ഏകതാ ദിനം. ഇതാ കണ്ടോ, സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനമാണ് ഒക്ടോബർ 31. എന്നാണ്? ഒക്ടോബർ 31. അതാണ് ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നത്. ദേശീയ ഏകതാ ദിനം ഒക്ടോബർ 31. മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എത്ര ചോദ്യത്തിന് ഉത്തരം അറിയാ അത് കമന്റ് ചെയ്യണേ. ഓക്കെ, അടുത്ത ഇതാണ്, ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. ആ പ്രതിമയുടെ പേരറിയോ? ലോകത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനം ഏകതാ ദിനമല്ലേ? ആ പ്രതിമയുടെ പേരെന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി? വെരി ഗുഡ്. ഇതാട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ പട്ടേൽ പ്രതിമയാണ്. ഏകതാ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന പട്ടേലിന്റെ പ്രതിമ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. INCയിലെ തീവ്രവാദികളുടെ നേതാവ്, കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരാ അറിയോ? ബാലഗംഗാധർ തിലകൻ. ഇദ്ദേഹമാണ് കേട്ടോ ബാലഗംഗാധർ തിലകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ബാലഗംഗാധർ തിലകൻ. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരാ അങ്ങനെ പറഞ്ഞത്? പറയൂ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഈ ബാലഗംഗാധർ തിലകനാണ് പറഞ്ഞത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. പറഞ്ഞത് ബാലഗംഗാധർ തിലകൻ. ഓക്കെ. അടുത്ത ചോദ്യമാണ്, ലോകമാന്യ എന്നറിയപ്പെടുന്ന ആരാണ്? ലോകമാന്യ ആരാന്നറിയോ? ലോകമാന്യ ബാലഗംഗാധർ തിലകൻ. മിടുക്കൻ. ഇനി മറക്കരുത്, ലോകമാന്യ തിലകൻ. ലോകമാന്യ ബാലഗംഗാധർ തിലകൻ. ലോകമാന്യ ആരാ? ബാലഗംഗാധർ തിലകൻ. അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA, ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INAയുടെ സ്ഥാപകൻ ആരാ മോനെ? INAയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്ര ബോസ്. ഓക്കെ, സുഭാഷ് ചന്ദ്ര ബോസ്. ഇതാട്ടോ ബ്രിട്ടനെതിരെ പടപൊരുതാൻ വേണ്ടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആർമി സൈന്യമാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. എന്താ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പറയൂ. സുഭാഷ് ചന്ദ്രബോസ്. മിടുക്കൻ. അപ്പോൾ മറക്കരുത്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ധീരദേശാഭിമാനിയുടെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. അടുത്ത ചോദ്യം, നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? നേതാജി എന്നറിയപ്പെടുന്ന ആരാ? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഓർക്കുക നിങ്ങൾ, ബോസ് എന്ന് പറയുമ്പോൾ നേതാവാണ്. നേതാവ് ബോസ് ആണ്. നേതാജി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യമാണ്, സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം എന്തായി ആചരിക്കുന്നു? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അറിയോ? പറഞ്ഞോളൂ. അദ്ദേഹം വലിയ പരാക്രമമൊക്കെ നടത്തിയ ആളല്ലേ? പറ. പരാക്രം ദിവസ്. ഇതാ നോക്കിക്കേ, വലിയ പരാക്രമിയായ ധീരദേശാഭിമാനിയായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 നമ്മൾ പരാക്രം ദിവസമായി ആചരിക്കുന്നുണ്ട്. ജനുവരി 23 എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? പരാക്രം ദിവസം. ഓക്കെ, വെരി ഗുഡ്. കൂട്ടുകാരെ, ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. SS എജുവേൾഡ് കളിച്ചുകൊണ്ട് പഠിക്കാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.